ചെറിയ രീതിയിൽ ഒരു ഷോപ്പായിട്ട് നമുക്ക് തുടങ്ങാൻ പറ്റുന്ന കുറച്ച് ബിസിനസ് ഐഡിയാസാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ആദ്യത്തേന്ന് പറയുന്നത് ഗ്രോസറി സ്റ്റോറാണ്. വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഗ്രെയിൻസ്, സ്പൈസസ് ഒക്കെ അടങ്ങിയിട്ടുള്ള, അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ചെറിയൊരു ഗ്രോസറി സ്റ്റോർ തുടങ്ങുന്നതാണ് ഫസ്റ്റ് ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത്. എവറിഡേ പ്രൊഡക്ട്സ്, അതായത് എല്ലാ ദിനവും നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സിന് എപ്പോഴും ഒരു ഹൈ ഡിമാൻഡ് ഉണ്ട്. കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോം ഡെലിവറി സർവീസസ് ഒക്കെ കൊടുക്കാവുന്നതാണ്. രണ്ടാമത്തെ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ ആൻഡ് ആക്സസറീസ് ഷോപ്പാണ്. നിങ്ങൾക്ക് മൊബൈൽ ഫോൺസോ അല്ലെങ്കിൽ മൊബൈലിൻ്റെ ആക്സസറീസ് ആയിട്ടുള്ള കവേഴ്സോ ചാർജേഴ്സോ ഹെഡ്ഫോൺസോ ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ റിപ്പയർ സർവീസസോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഇപ്പോൾ സ്മാർട്ട് ഫോൺസ് എല്ലാവരുടെ കയ്യിലും ഉണ്ട്. അപ്പോൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മാർക്കറ്റ് ഉണ്ട്. റിപ്പയർ സർവീസസ് കൂടെ നിങ്ങൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഡീഷണലി നിങ്ങൾക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ഷോപ്പോട് കൂടി തന്നെ. മൂന്നാമത്തെ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് സ്റ്റേഷനറി ആൻഡ് ബുക്ക് സ്റ്റോറാണ്. അതായത് നിങ്ങൾക്ക് സ്റ്റേഷനറി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, ഈ ഹൈലൈറ്റേഴ്സ്, പെന്ന്, പെൻസിൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ബുക്സ്, സ്കൂൾ ഓഫീസ് സപ്ലൈസ് ഒക്കെ നിങ്ങൾക്ക് സെല് ചെയ്യാവുന്നതാണ്. ഇതിനും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് ഉണ്ട്. എസ്പെഷ്യലി സ്കൂളിൻ്റെ പരിസരത്ത്, കോളേജിൻ്റെ പരിസരത്ത്, ഏതെങ്കിലുമൊക്കെ ഓഫീസസ് നിയർ ബൈ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഇത് കൂടുതൽ ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. നാലാമത്തെ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് ക്ലോത്തിങ് ബുട്ടീക്കാണ്. ഒരു ചെറിയൊരു ബുട്ടീക്ക്, എത്നിക് വെയർ അല്ലെങ്കിൽ കാഷ്വൽ വെയർ, ഈവൻ ഡിസൈനർ ക്ലോത്തിങ് ഒക്കെ മെന്നിനോ അല്ലെങ്കിൽ വുമനോ ചിൽഡ്രനോ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ക്ലോത്തിങ് എന്ന് പറയുന്നതും ഒരു ബേസിക് നെസസിറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഒരു യുണീക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫാഷനബിൾ ഓപ്ഷൻസ് ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ബുട്ടീക്കാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റെഗുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അഞ്ചാമത്തെ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് ടീ ആൻഡ് സ്നാക്സ് ഷോപ്പാണ്. ഒരു ചെറിയ ഷോപ്പ്, ടീ, കോഫി, സ്നാക്സ് ആയിട്ടുള്ള സമൂസാസ്, പക്കോട അല്ലെങ്കിൽ എന്തെങ്കിലും സാൻഡ്വിച്ചസ് ഒക്കെ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഷോപ്പ് സെറ്റപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു ബിസിനസ് ഐഡിയ. ഫുഡ് എന്ന് പറയുന്നത് എപ്പോഴും ഡിമാൻഡിലുള്ള ഒരു സാധനമാണ്. അപ്പോൾ ഒരു വെൽ ലൊക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ടീ ആൻഡ് സ്നാക്സ് ഷോപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലോക്കൽസിനെയും അതിനോട് ബന്ധപ്പെട്ട് പോകുന്ന ആളുകളെയൊക്കെ നമുക്ക് ഷോപ്പിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആറാമതായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഫാർമസിയാണ്. മെഡിസിൻസ്, ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ്, മെഡിക്കൽ സപ്ലൈസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫാർമസി ആരംഭിക്കാം. മെഡിസിൻസും ഹെൽത്ത് കെയർ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ആളുകൾക്ക് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ റെഗുലർ ആയിട്ടുള്ള ഒരു കസ്റ്റമർ ബേസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണ്. ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റിക് സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാം. ബ്യൂട്ടി പ്രൊഡക്ട്സ്, സ്കിൻ കെയർ ഐറ്റംസ്, കോസ്മെറ്റിക്സ്, പേഴ്സണൽ കെയർ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ നമ്മൾ സെല് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പേഴ്സണൽ ഗ്രൂമിങ് അല്ലെങ്കിൽ ബ്യൂട്ടി പ്രൊഡക്ട്സിനൊക്കെ ഇപ്പോൾ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഉള്ള ഈ ഒരു ഗ്രോയിങ് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ ബിസിനസ്സായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. എട്ടാമത്തത് എന്ന് പറയുന്നത് ടൈലറിങ് ആൻഡ് ഓൾട്രേഷൻ ഷോപ്പാണ്. ഒരു ടൈലറിങ് ഷോപ്പ് ആരംഭിക്കാം. സ്റ്റിച്ചിങ്ങും അതുപോലെ ഡ്രസ്സിൻ്റെ ഓൾട്രേഷനും കസ്റ്റമായിട്ടുള്ള ആളുകളുടെ ആവശ്യം അറിഞ്ഞിട്ടുള്ള ക്ലോത്തിങ് സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്കൊരു ഷോപ്പ് തുടങ്ങാം. ടൈലറിങ് സർവീസസിനും കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിമാൻഡ് ഉണ്ട്. എസ്പെഷ്യലി അർബൻ അല്ലെങ്കിൽ സെമി അർബൻ ഏരിയാസിലൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് ഉള്ളൊരു കാര്യമാണ് ഇത്. ഒമ്പതാമത്തെ ബിസിനസ് ഐഡിയ പെറ്റ് സപ്ലൈസിൻ്റെ സ്റ്റോർ തുടങ്ങുക എന്നുള്ളതാണ്. പെറ്റ് ഫുഡ്, പെറ്റിൻ്റെ ആക്സസറീസ്, പെറ്റിൻ്റെ ഗ്രൂമിങ് പ്രൊഡക്ട്സ്, മറ്റ് പെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ സെല് ചെയ്യുന്ന ഒരു സ്റ്റോർ തുടങ്ങുക എന്നുള്ളതാണ് ഈ ഒരു ഐഡിയ. അർബൻ ഏരിയാസിലൊക്കെ ആളുകൾ കൂടുതലായിട്ട് പെറ്റ്സിനെ വാങ്ങുന്നുണ്ട്, വളർത്തുന്നുണ്ട്, നോക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഷോപ്പായിരിക്കണം നമ്മുടേത്. അടുത്ത ബിസിനസ് ഐഡിയ ഓർഗാനിക് ആൻഡ് ഹെൽത്ത് ഫുഡ് സ്റ്റോറാണ്. ഓർഗാനിക് ആയിട്ടുള്ള ഗ്രോസറീസ്, ഹെൽത്ത് ഫുഡ്, ഡയറ്ററി സപ്ലിമെൻറ്റ്സ്, നാച്ചുറൽ പ്രൊഡക്ട്സ് ഒക്കെയാണ് ഇവിടെ നമ്മൾ ഷോപ്പിലൂടെ വിൽക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റുള്ള ആളുകളും നമ്മൾ ഇൻക്ലൂഡഡ് ഹെൽത്തിനെയും വെൽനെസ്സിനെയും ഒക്കെ പറ്റിയിട്ട് നല്ല ധാരണയുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഓർഗാനിക് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സിന് നല്ലൊരു ഡിമാൻഡ് ഗ്രോ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ഷോപ്പായിട്ട് ചെയ്യുമ്പോൾ കൺവേർട്ട് ആവാനായിട്ടുള്ള ചാൻസസ് ഇൻക്രീസ് ചെയ്യുന്നത്. അടുത്ത ബിസിനസ് ഐഡിയ ആണ് ഗിഫ്റ്റ് ഷോപ്പ് എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു ഷോപ്പ് ഗിഫ്റ്റ്സും അല്ലെങ്കിൽ ഗ്രീറ്റിംഗ് കാർഡ്സ്, ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ ഓരോരോ ഒക്കേഷൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഒബ്വിയസ്ലി ബർത്ത്ഡേയ്സിനും ഫെസ്റ്റിവൽസിനും മറ്റ് ഒക്കേഷൻസിനൊക്കെ നമുക്ക് ഗിഫ്റ്റ്സ് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്റ്റഡി ആയിട്ടുള്ളൊരു കസ്റ്റമർ ബേസ് പ്രതീക്ഷിക്കാം.
ഫ്ലവർ ഷോപ്പാണ് അടുത്ത ബിസിനസ് ഐഡിയ. ഫ്രഷ് ഫ്ലവേഴ്സ്, ബൊക്കെ, പിന്നെ അതുപോലെ ഫ്ലോറൽ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഓരോരോ ഒക്കേഷൻസിനനുസരിച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് നൽകാവുന്നതാണ്. ഫ്ലവേഴ്സ് നല്ലൊരു പോപ്പുലർ ആയിട്ടുള്ള ഒരു ചോയ്സാണ്. ഗിഫ്റ്റിംഗ് റിലേറ്റഡ് ആയിട്ട് ഗിഫ്റ്റായിട്ടൊക്കെ ആളുകൾ ഫ്ലവേഴ്സ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ സെലിബ്രേഷൻസിനും ഡെക്കറേഷൻസിനും ഒക്കെ നമുക്ക് ഫ്ലവേഴ്സ് ആവശ്യമായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു ബിസിനസ് ഐഡിയ ആണ്. ഇലക്ട്രോണിക് അപ്ലയൻസസ് റിപ്പയർ ഷോപ്പാണ് അടുത്തത്. അതായത് ഇലക്ട്രോണിക് അപ്ലയൻസസ് ആയിട്ടുള്ള ടി വി, റെഫ്രിജറേറ്റേഴ്സ്, വാഷിംഗ് മെഷീൻ, ഇങ്ങനെയുള്ള ഐറ്റംസിൻ്റെ ഒക്കെ റിപ്പയർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഈ ഒരു ഷോപ്പിൻ്റെ ഉദ്ദേശം. എസ്പെഷ്യലി റെസിഡൻഷ്യൽ ഏരിയാസിലൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള റിപ്പയർ സർവീസസ് കൂടുതലായിട്ട് ആവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു ലൊക്കാലിറ്റിയിൽ നമുക്കൊരു ഷോപ്പ് തുടങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനായിരിക്കും. ജ്യൂസും സ്മൂത്തിയും ഒക്കെ കൊടുക്കുന്ന ഒരു ഷോപ്പാണ് അടുത്ത ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത്. ഫ്രഷ് ജ്യൂസ്, സ്മൂത്തീസ്, മറ്റ് ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ നമുക്ക് ഓഫർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആളുകൾ കൂടുതലായിട്ട് ഹെൽത്തും ഫിറ്റ്നസ്സും ഒക്കെ നോക്കുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ജ്യൂസ് ബാർസിന് ഇപ്പോൾ നല്ല ഒരു പോപ്പുലാരിറ്റി ഉണ്ട്, എസ്പെഷ്യലി അർബൻ ഏരിയാസിൽ. അപ്പോൾ അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത ബിസിനസ് ഐഡിയ ആണ് സെക്കൻഡ് ഹാൻഡ് ബുക്ക് സ്റ്റോർ. സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള ബുക്സ് സെല് ചെയ്യുന്ന ഒരു ഷോപ്പാണ് ഈ ഒരു ബിസിനസ് ഐഡിയ ഉദ്ദേശിക്കുന്നത്. അക്കാഡമിക് ആയിട്ടുള്ള ബുക്സ്, അല്ലെങ്കിൽ ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, മറ്റ് റയർ ബുക്സൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ സെല് ചെയ്യാവുന്നതാണ്. ഇതെന്തുകൊണ്ട് വർക്കാവും എന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ ബുക്സിന് ഒബ്വിയസ്ലി ഒരു ടൈംലെസ് ആയിട്ടുള്ള ഒരു അപ്പീലാണുള്ളത്. അതായത് നമുക്ക് ഒരു ബുക്ക് 2012 ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വായിക്കുന്നത് മേ ബി 2024 അതിന് വായനക്കാരുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുക്സിനൊരു എക്സ്പയറി ഒന്നുമില്ല, നമുക്ക് കാലാകാലം സെല് ചെയ്യാം. അക്കാഡമിക് ബുക്സൊക്കെ ആകുമ്പോഴാണ് റിവിഷൻസ് വരുന്നത്. ബഡ്ജറ്റ് കോൺഷ്യസ് ആയിട്ടുള്ള വായനക്കാർക്ക് നല്ലൊരു ഓപ്ഷനായിരിക്കും സെക്കൻഡ് ഹാൻഡ് ബുക്ക് സ്റ്റോർ എന്ന് പറയുന്നത്. ഹോം ഡെക്കോർ ഐറ്റംസ് വിൽക്കുന്ന ഒരു ഷോപ്പാണ് അടുത്ത ബിസിനസ് ഐഡിയ. കർട്ടൻസ്, കുഷ്യൻസ്, വാൾ ആർട്ട്, അല്ലെങ്കിൽ ഫർണിച്ചേഴ്സ്, ഇതൊക്കെ സെല് ചെയ്യുന്ന ഒരു ബിസിനസ് ഐഡിയ ആണിത്. ഇൻറ്റീരിയർ ഡിസൈനിലൊക്കെ ഇപ്പോൾ ആളുകൾക്ക് നല്ല താല്പര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഒരു ഹോം ഡെക്കോർ ഷോപ്പിന് നന്നായി പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ബിസിനസ് ഐഡിയ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് ഷോപ്പാണ്. ഫ്രഷ് വെജിറ്റബിൾസും ഫ്രൂട്ട്സ് എല്ലാം ഡയറക്റ്റ്ലി ഫാർമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സെല് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനായിരിക്കും ഇത്. നമുക്കറിയാം, നമ്മൾ തന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും സെലക്ട് ചെയ്യുന്ന സമയത്ത് അത് ഫ്രഷ് ആണോ എന്ന് നോക്കിയിട്ടാണ് അത് വാങ്ങാനായിട്ട് ശ്രമിക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡയറക്റ്റ്ലി നിങ്ങൾ ഫാർമേഴ്സിൻ്റെ അടുത്തുനിന്ന് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു പ്രൈസിൽ അത് ഓഫർ ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു ബിസിനസ് ഐഡിയ ആണ് ഹാർഡ്വെയർ സ്റ്റോർ എന്ന് പറയുന്നത്. ടൂൾസ്, ബിൽഡിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ സപ്ലൈസ്, ഹോം ഇംപ്രൂവ്മെൻറ്റ് ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ നമ്മൾ സെല് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഹോം ഇംപ്രൂവ്മെൻറ്റ് ഇൻഡസ്ട്രി ഒക്കെ ഇന്ത്യയിൽ നല്ല സ്റ്റഡി ഡിമാൻഡുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അടുത്ത ബിസിനസ് ഐഡിയ ആണ് ടോയ് ഷോപ്പ് എന്ന് പറയുന്നത്. ടോയ്സ്, ഗെയിംസ്, എഡ്യൂക്കേഷണൽ ഐറ്റംസ് ഒക്കെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ളത് സെല് ചെയ്യുന്ന ഒരു ഷോപ്പാണിത്. അപ്പോൾ ടോയ്സിനും ഗെയിംസിനൊക്കെ ഡിമാൻഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് പോകുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി യങ് ഫാമിലീസിലൊക്കെ നമുക്ക് ഇത്തരത്തിലൊരു ഷോപ്പ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാനായിട്ടുള്ള ചാൻസസ് അധികമാണ്. അടുത്ത ബിസിനസ് ഐഡിയ ആണ് ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോ എന്ന് പറയുന്നത്. ഒരു ചെറിയൊരു സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫി സർവീസസ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിൽ ഇവൻറ്റ്സിനെ കവർ ചെയ്യുന്ന, അല്ലെങ്കിൽ പോർട്രേറ്റ്സ് എടുത്തു കൊടുക്കുന്ന, ഇനി അതും അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ നീഡ്സിനൊക്കെ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ളൊരു സ്റ്റുഡിയോ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. പ്രൊഫഷണലായിട്ടുള്ള ഫോട്ടോഗ്രാഫിക് സർവീസസിന് എസ്പെഷ്യലി ഇപ്പോൾ നല്ല ഡിമാൻഡാണ്. വെഡ്ഡിങ്, ബർത്ത്ഡേയ്സ്, കോർപ്പറേറ്റ് ഫങ്ഷൻസിനൊക്കെ നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫി സർവീസസ് ഓഫർ ചെയ്യാവുന്നതാണ്.